ഹായ് ഫ്രണ്ട്സ്, ബിഗ് വെയിൽ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ആശിഷ് കച്ചോലിയ മീഡിയകളിലും മറ്റ് ഇൻ്റർവ്യൂകളിലും പ്രത്യക്ഷപ്പെടാത്ത അത്തരം പബ്ലിസിറ്റികളൊന്നും ആഗ്രഹിക്കാത്ത ഒരു ഏസ് ഇൻവെസ്റ്ററാണ്. ബോംബെയിൽ ജനിച്ചു വളർന്ന ആശിഷ് കച്ചോലിയയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാര്യമായ ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും MBAയും നേടിയിട്ടുള്ള ഇദ്ദേഹം 1995 തൻ്റെ സ്വന്തം ബ്രോക്കിംഗ് ഫേമായ ലക്കി സെക്യൂരിറ്റീസ് ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രൈം സെക്യൂരിറ്റീസിലും അതേപോലെ എഡിൽവൈസിലും ഒക്കെ പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹം രാജേഷ് ജുൻജുൻവാലയോടൊപ്പം 1999 ഒരു ഹംഗാമ ഡിജിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനവും ആരംഭിച്ചിരുന്നു. എന്നാൽ 2003 സ്വന്തമായി ചെറിയ തുകകൾ നിക്ഷേപിച്ചുകൊണ്ട് തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ അദ്ദേഹം ആരംഭിച്ചത്. നമ്മളെ 2024 ലേറ്റസ്റ്റ് ഡാറ്റ പരിശോധിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ 48 സ്റ്റോക്കുകൾ കാണാം. ഏകദേശം 3000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് വാല്യുള്ള ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ആണിത്. സ്മോൾ മൈക്രോ ക്യാപ് സ്റ്റോക്കുകളുടെ ഒരു ആരാധകനായ ആശിഷ് കച്ചോലിയയുടെ ഒരു പോർട്ട്ഫോളിയോയിലെ ഭൂരിഭാഗം സ്റ്റോക്കുകളും മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയവയാണ്. അപാരമായ ക്ഷമയുടെയും സൂക്ഷ്മമായ ഒരു സ്റ്റോക്ക് പിക്കിംഗ് ടെക്നിക്സിൻ്റെയൊക്കെ ഒരു ഉടമയായിട്ടുള്ള കച്ചോലിയ വാരൻ ബഫറ്റിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ്. 2015 393 കോടി മൂല്യമുണ്ടായിരുന്ന സ്റ്റോക്കുകൾ 2018 880 കോടിയായിട്ട് ഉയർന്നതായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ പരിശോധിച്ച് മനസ്സിലാവും. ഈ 880 കോടിയിൽ നിന്ന് 2020 അത് തകർന്നടിഞ്ഞ് വീണ്ടും പഴയ 393 കോടിയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം 2021 വൻ മുന്നേറ്റമാണ് ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ കണ്ടത്. 2021 മാർച്ചിൽ 1300 കോടിക്ക് മുകളിലും അതുപോലെ 2022 മാർച്ചിൽ 1873 കോടിക്ക് മുകളിലും പോർട്ട്ഫോളിയോ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ മുന്നേറിയതായി കാണാൻ കഴിയും. എന്നാൽ 2023 വീണ്ടും താഴത്തേക്ക് വന്നു, 1656 എന്ന ലെവലിലേക്ക് താഴത്തേക്ക് വന്നതായി കാണാം. ഏറ്റവും ഒടുവിൽ 2024 മാർച്ചിൽ വീണ്ടും ഉയർന്ന് 3000-ന് മേലെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആശിഷ് കച്ചോലിയ തൻ്റെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിന് കാര്യമായി പരിഗണിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം നോക്കുന്നത്. രണ്ടാമത് അവരുടെ ബിസിനസ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ്. മൂന്നാമത് അദ്ദേഹം നോക്കുന്നത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താനും കൺസ്യൂമേഴ്സിൻ്റെ അഭിരുചികൾക്കനുസരിച്ച് കമ്പനികളുടെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താനൊക്കെ ഉള്ള ഒരു കഴിവ് കമ്പനിക്കുണ്ടോ എന്നുകൂടി അദ്ദേഹം പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഈ ആശിഷ് കച്ചോലിയ തൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർത്ത 6 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ സ്റ്റോക്ക് ബ്രാൻഡ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. റെപ്യൂട്ടഡ് ബ്രാൻഡുകളുടെ ബാഗ്സ്, ബാക്ക് പാക്സ്, അതുപോലെ ഫാഷൻ ആക്സറീസ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണിത്. ഫ്രാഞ്ചൈസി ആയോ അതല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ലൈസൻസ് അഗ്രിമെൻ്റ് ഒക്കെ നേടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ അംഗീകാരം കമ്പനികളിൽ നിന്ന് വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വിപണനം ചെയ്യുന്ന കമ്പനിയാണിത്. അപ്പോൾ ഇവരുടെ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് ഇന്ത്യയിലും ചൈനയിലുമായിട്ട് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടാണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 806 കോടിയുള്ള ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. ROCE 32ഉം ROE 42ഉം എന്നുള്ള നല്ല ROCയും കാണിക്കുന്ന കമ്പനിയാണിത്. കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ 44 കോടിയിൽ നിന്ന് അത് 164 കോടിയിലേക്ക് ഉയർന്നതായി കാണാം. പ്രോഫിറ്റ് 2 വർഷം മുമ്പേ അത് നഷ്ടത്തിൽ ആയുള്ള പ്രോഫിറ്റ് ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് പോസിറ്റീവായി വന്നത് കാണാം. 10 കോടിയുടെ പ്രോഫിറ്റ് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 1 വർഷത്തെ ഈ കമ്പനി നൽകിയ റിട്ടേൺ 241% കൂടാതെ ആശിഷ് കച്ചോലിയക്ക് ഈ സ്റ്റോക്കിലുള്ള ഹോൾഡിംഗ് എന്ന് പറയുന്നത് 1.44% അവിടെ നിന്ന് അത് 1.56 ആയിട്ട് നെക്സ്റ്റ് ക്വാർട്ടറിൽ വളർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് 2015 രൂപം കൊണ്ട വൊർട്ടേസോ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസ് പ്രൊഡക്റ്റുകൾ നിർമ്മാണ രംഗത്ത് പ്രധാനമായും എയർ കണ്ടീഷണറുകളും ലൈറ്റ്സ് പാനലുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണിത്. ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകളിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് പോലെ തന്നെ ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറിങ്ങിലും സ്ട്രോങ് പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് വൊർട്ടേസോ ഒപ്റ്റോ ഇലക്ട്രോണിക്സ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 569 കോടിയുള്ള ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. ROCE 18.4ഉം ROE 13.5ഉമാണ്. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്
കൺസിസ്റ്റൻ്റായിട്ട് വളർന്നു വരുന്നത് കാണാം. 55 കോടിയിൽ നിന്ന് 338 കോടിയിലേക്ക് അത് നമുക്ക് വളർന്നതായിട്ട് നമുക്ക് ചാർട്ടിൽ കാണാൻ കഴിയും. കൂടാതെ അതിൻ്റെ പ്രോഫിറ്റും ഇതേപോലെ കൺസിസ്റ്റൻ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1 കോടിയിൽ നിന്ന് 8 കോടിയിലേക്ക് പ്രോഫിറ്റ് വളർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനി കഴിഞ്ഞ 1 വർഷം നൽകിയ റിട്ടേൺ 20%. ഈ കമ്പനിയുടെ ആശിഷ് കച്ചോലിക്ക് ആ കമ്പനിയിലുള്ള ഹോൾഡിംഗ് എന്ന് പറയുന്നത് 5.38 ആണ് കഴിഞ്ഞ 2 ക്വാർട്ടറുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അടുത്ത സ്റ്റോക്ക് 1994 രൂപം കൊണ്ട മുൻകിബ സെക്യൂരിറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ്. ബ്രോക്കിംഗ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ച്, ഓൺലൈൻ ട്രേഡിംഗ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളൊക്കെയാണ് ഇവരുടെ പ്രവർത്തനം. APL അപ്പോളോ ട്യൂബിന് മേജർ ഹോൾഡിംഗ് ഉള്ള ഈ കമ്പനി 2022 പുതിയ മാനേജ്മെൻറ്റ് കീഴിൽ വരികയും അതിന് ഈ കമ്പനിയുടെ പേര് SG ഫിൻസർവ് ലിമിറ്റഡ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പുതിയ ബിസിനസ് മേഖലകളിലേക്ക് അവരുടെ ബിസിനസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലെൻഡിങ്, അതുപോലെ ക്രെഡിറ്റ് ആൻഡ് ലീസിംഗ് ഫെസിലിറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ കമ്പനി മുന്നോട്ട് വരികയാണ്. SG ഫിൻസർവിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2555 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ROC 6.56ഉം ROE 6.99 മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അത് 12 നിന്ന് 52ലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ വർഷവും കഴിഞ്ഞ 5 വർഷം ഉയർന്നു വന്നതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് അത് 5 വർഷം നോക്കുകയാണെങ്കിൽ 2019ലും 20ലും ഉണ്ടായിട്ടുള്ള ലോസ് മറികടന്നുകൊണ്ട് 2021-22 അത് റിക്കവർ ചെയ്യുന്നതായിട്ടും 2023 അത് 18 കോടിയുടെ ഒരു പ്രോഫിറ്റും രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഇത് കാരണമാകാം ആശിഷ് കച്ചോല ഈ സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. ഈ കമ്പനി 1 വർഷം നൽകിയ റിട്ടേൺ മൈനസാണ്. 6.03% ഒരു മൈനസ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ആശിഷ് കച്ചോലയ്ക്ക് ഈ സ്റ്റോക്കിൽ 1.17% ഒരു ഹോൾഡിംഗ് ആണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വാർട്ടറിൽ തന്നെ അത് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1.14 ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അടുത്ത സ്റ്റോക്ക് 1972 രൂപം കൊണ്ട ടാൻഫാക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും ഹൈഡ്രോഫ്ലോറിക് ആസിഡ് അതുമായിട്ട് ബന്ധപ്പെട്ട പല ഡെറിവേറ്റീവ് കെമിക്കൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു ലീഡിംഗ് കെമിക്കൽ കമ്പനിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഹൈഡ്രോഫ്ലോറിക് ആസിഡ് മേഖലയിലുള്ള ഒരു നമ്പർ 1 കമ്പനിയാണ് ടാൻഫാക് ഇൻഡസ്ട്രീസ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 2079 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ROC 47.7ഉം ROE 34.4ഉമാണ്. നല്ലൊരു ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനിയാണ് ഇത് നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 5 വർഷം ആ കൊറോണ പീരീഡിൽ ചെറിയൊരു ഡിപ്പിന് ശേഷം നല്ലൊരു റിക്കവറി കാണാൻ കഴിയും. 2023 നിന്ന് 3000 സെയിൽസ് വളർന്നതായിട്ട് കാണാം. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും അതേ രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. 53 കോടിയുടെ പ്രോഫിറ്റും പിന്നീട് 56 കോടിയുടെ പ്രോഫിറ്റും കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ കമ്പനി രേഖപ്പെടുത്തിയായിട്ട് കാണാം. 1 വർഷത്തെ റിട്ടേൺ 52%. അപ്പോൾ ഇതിൽ ആശിഷ് കച്ചോലിയുടെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 1.19% ആണ് കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് 1993 രൂപം കൊണ്ട എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇത് പ്രത്യേകിച്ച് എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റാലിക് ഫ്ലെക്സിബിൾ ഫ്ലോ സൊല്യൂഷൻ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന അത് വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് മെറ്റാലിക് ഫ്ലെക്സിബിൾ സൊല്യൂഷൻസ് പ്രത്യേകിച്ച് ഫ്ലോ സൊല്യൂഷൻസ് നിർമ്മിക്കുന്ന ഒരു ലീഡിങ് ഇന്ത്യൻ കമ്പനിയായി ഇത് മാറി എന്നത് കൂടാതെ ഇപ്പോൾ അവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൂടാതെ ബ്രോൺസ് മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1855 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ROC 34.6ഉം ROE 32.4ഉമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. കമ്പനിയുടെ സെയിൽസിലും ഒരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. 146 കോടിയിൽ നിന്നും 269 കോടിയിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ സെയിൽസ് വർദ്ധിച്ചത് കാണാം. പ്രോഫിറ്റും ഇതേപോലെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വമ്പിച്ച ഒരു മുന്നേറ്റം പ്രോഫിറ്റിലും നേടിയതായിട്ടാണ്. 28 കോടിയിൽ 30 കോടിയിലേക്ക് വളർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷം 11% ഒരു ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ആശിഷ് കച്ചോലിക്ക് ഈ സ്റ്റോക്കിലുള്ള സ്റ്റേക്ക് 1.79 നിന്ന് 1.80 ആയിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 6ാമത്തെ സ്റ്റോക്ക് അപ്ഡേറ്റഡ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് പ്രധാനമായും ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ആൻഡ് സർവീസ് ഫെസിലിറ്റീസ് പ്രത്യേകിച്ച് പല കമ്പനികൾക്ക് ആവശ്യമുള്ള മാനേജ്മെൻറ്റ് സപ്പോർട്ട് സർവീസ് കൊടുക്കുന്ന കമ്പനിയാണിത്. എല്ലാ സെക്ടറുകളും പ്രത്യേകിച്ച് FMCG, മാനുഫാക്ചറിങ്, എഞ്ചിനീയർ സെക്ടർ, ബാങ്കിങ്, അതുപോലെ ഇൻഷുറൻസ് മേഖല, ഹെൽത്ത് കെയർ, ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമൊബൈൽസ്, ലോജിസ്റ്റിക്, വെയർഹൗസ് എന്ന് വേണ്ട ഏത് സെക്ടർ എടുത്താൽ അതിലൊക്കെ ഉള്ള എല്ലാ കമ്പനികൾക്കും വേണ്ട സപ്പോർട്ട് സർവീസ് പ്രത്യേകിച്ച് മാനേജ്മെൻറ്റും
മറ്റ് ഫിസിക്കൽ സർവീസ് ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്ഡേറ്റർ സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2050 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ROC 16.8ഉം ROE 12.4ഉം ആണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ഗ്രോത്തും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് കാണാം. 1214 നിന്ന് 2112ലേക്ക് സെയിൽസ് ഗ്രോത്ത് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റിൽ ചെറിയൊരു ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 48 നിന്ന് 35ലേക്ക് ഡൗൺ ആയതായിട്ട് കാണാം കഴിഞ്ഞ 3 വർഷമായിട്ട്. പക്ഷേ നമുക്ക് വേറെ കാര്യം കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു ക്വാർട്ടർലി റിസൾട്ടിൽ വമ്പിച്ച മുന്നേറ്റം പ്രോഫിറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് 21 കോടിയിലേക്ക് 9 നിന്ന് 21 കോടിയിലേക്ക് ഉയർന്നതായിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ഒരു വർഷം ഈ കമ്പനി 9% ഒരു റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ആശിഷ് കച്ചോലിയക്ക് ഈ സ്റ്റോക്കിൽ 1.96% ഒരു ഹോൾഡിംഗ് ആണുള്ളത്. അത് കഴിഞ്ഞ 2 ക്വാർട്ടറിൽ അദ്ദേഹം അത് നിലനിർത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ഒരു 6 സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കുക. യു ക്യാൻ ആഡ് യുവർ വാച്ച് ലിസ്റ്റ്. എല്ലാം മൾട്ടി ബാഗർ സ്റ്റോക്കുകളാണ്, ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്റ്റസ് ഉള്ള സ്റ്റോക്കുകളാണ്. പ്രത്യേകിച്ച് ആശിഷ് കച്ചോലിയെ പോലെയുള്ള ഹൈലി സ്കിൽഡ് സ്റ്റോക്ക് പിക്കറായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ തീർച്ചയായും നമുക്ക് പഠന വിധേയമാക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.